73-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും പരിചിതമായ സങ്കീർത്തനം. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ആസാഫ് ഈ സങ്കീർത്തനം ആരംഭിച്ചത്. എന്താണ്? അല്ലെങ്കിൽ ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകും നിശ്ചയമായ ഒരു കാര്യം. അല്ലെങ്കിൽ ആസാഫിന് മനസ്സിലായ കാര്യം, ആസാഫ് നല്ല കാര്യമല്ല, അന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞു തുടങ്ങിയാണ്. ദൈവത്തിന് താഴോട്ട് വായിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ക്ഷീണങ്ങൾ ആസാഫ് സംഭവിച്ചതായി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 2-ാം വാക്യത്തിൽ തന്നെ അല്ലെങ്കിൽ ആസാഫ് പറയാണ്, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതി. ദൈവം നിനക്ക് നല്ലവനല്ലേ, പിന്നെ നീ എന്തിനാ ഇടർന്നത്? നിന്റെ കാലിൽ എന്തിനാ വഴുതി പോകുന്നത്? ദൈവത്തിന്റെ വഴി കഴിവ് വഴിയിൽ നീ എന്തിനാ വഴുതി പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദാവീദും ഇതുപോലെ ചില സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. 37-ാം സങ്കീർത്തനം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് 37-ാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നു, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരുന്നു, സ്തോത്രം. നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവന്റെ സന്തതി, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നീ നേരിടുവാനാണെങ്കിൽ, നീ ദൈവഭക്തിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ, സ്തോത്രം. അല്ലെങ്കിൽ 84-ാം സങ്കീർത്തനത്തിൽ ഓരോ രൂപമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയും. ദൈവത്തിന് സ്തോത്രം. ആസാഫിന്റെ കാല് വഴുതിപ്പോയതെന്താണ്? ഹൃദയം ഇടറിപ്പോയതെന്താണ്? ആസാഫിനോട് ചോദിച്ചാൽ ആസാഫ് പറയും താഴോട്ട്. ഹല്ലേലൂയ, 3-ാം വാക്യം മുതൽ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ കുഴച്ചിൽ വന്നതിന്റെ കാരണം ആസാഫ് പറയാണ്. 12-ാം വാക്യം വരെ ഹല്ലേലൂയ ഇങ്ങനെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെയാകും ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിക്കും. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നോക്കേണ്ട ആസാഫ് അല്ലെങ്കിൽ നോക്കി ദുഷ്ടന്മാരെയാണ്, അടുത്തുള്ള ദുഷ്ടന്മാരെ, അഹങ്കാരികളെയൊക്കെ നോക്കിയപ്പോൾ അവരുടെ കണ്ണൊക്കെ നിൽക്കുന്നു. അവർ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹല്ലേലൂയ, എന്റെയും കണ്ണ് ഹല്ലേലൂയ അടുത്തുള്ള ദുഷ്ടന്മാരെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവമില്ലാത്തവന്റെ അനുഗ്രഹം കണ്ട് അവനോട് അസൂയപ്പെടുവാനല്ല, ഹല്ലേലൂയ, ദൈവം എന്നെയും വിളിച്ചത്, സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർ 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചു. സ്തോത്രം. പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഭാഗ്യവാൻ എനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളി. മതി. സ്തോത്രം. ആരെയാ നോക്കണ്ടേ? സ്തോത്രം. ഞാനും നിങ്ങളും ആരെയാ നോക്കണ്ടേ? സ്തോത്രം. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തിവരുത്തമായ യേശുവിനെ നോക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നോക്കേണ്ട ആസാഫ്, ഹല്ലേലൂയ, അടുത്തുള്ള ദുഷ്ടനെ നോക്കി, ദൈവമില്ലാത്തവനെ നോക്കി, അഹങ്കാരിയെ നോക്കി, ഹല്ലേലൂയ, അവന്റെ കാലുകൾ ഇടറിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് കാരാഗൃഹ പ്രമാണിയോട് പറഞ്ഞതാണ്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. ദൈവത്തെ നോക്കേണ്ട സമയത്ത്, ഹല്ലേലൂയ, കർത്താവിലേക്ക് നിന്റെ മനസ്സ് ഉയർത്തേണ്ട സമയത്ത്, ഹല്ലേലൂയ, നിനക്ക് ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ഹല്ലേലൂയ, ദുഃഖങ്ങളുണ്ടാകാം. ഹല്ലേലൂയ. ആ സമയത്ത്, ഹല്ലേലൂയ, എന്റെയും നിന്റെയും നോട്ടം, ഹല്ലേലൂയ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? സ്തോത്രം. മാനുഷികമല്ലേ? മാനുഷികമായിട്ട് നമുക്ക് തോന്നാവുന്നു. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ചിന്തിക്കുവാനല്ല എന്റെയും നിന്നെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ത് വേണം? ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കണം. നോട്ടം മാറിപ്പോയെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, കാലുകൾ ഇടറും, ഹല്ലേലൂയ, ഹൃദയം ദൈവസന്നിധിയിൽ പതറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലെങ്കിൽ നമ്മുടെ നോട്ടം കർത്താവിൽ തന്നെ ആയിരിക്കട്ടെ. കർത്താവിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ഹല്ലേലൂയ ആസാഫ് ഇപ്രകാരം തീരുമാനിച്ചു. 16-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തോത്രം. നേരത്തെ അങ്ങ് ചെന്നാൽ മതിയായിരുന്നു. നേരത്തെ ദൈവത്തിൽ കിടക്കൽ അങ്ങ് ചെന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇവരുടെയൊക്കെ അവസാനം എന്താണ്? സ്തോത്രം. 37-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികൾ ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. സ്തോത്രം. അസൂയ തോന്നിയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഹല്ലേലൂയ ജീവിതത്തിൽ പകർച്ച വന്നപ്പോൾ ഒടുവിൽ ഹല്ലേലൂയ ആസാഫ് തീരുമാനിച്ചു, ദൈവസന്നിധി ചെല്ലാം. ദൈവസന്നിധി ചെന്നു. ദൈവസന്നിധി ചെന്നപ്പോൾ ആസാഫിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്നുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 18-ാം വാക്യം, നിശ്ചയമായി ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനം 35-ാം വാക്യം ഒന്ന് വായിച്ചു. സ്തോത്രം.
സ്തോത്രം. അത് ദാവീദിന്റെ പ്രസാദം. ദാവീദ് പറയാണ്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത വാക്യം. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ ഇല്ല. സ്തോത്രം. കണ്ടോ? അത് തന്നെയാണ് അല്ലെങ്കിൽ ആസാഫിനും വെളിപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. ആസാഫ് പറയുന്നു, നിശ്ചയമായി നീ അവരെ വഴിവെട്ടിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ ബലിക്ഷകളാൽ ശേഷം മുടിഞ്ഞു പോയിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദുഷ്ടന്റെ സൗഖ്യം നോക്കി ഹല്ലേലൂയ മറ്റുള്ളവരുമായി എന്നെയും നിന്നെയും ഹല്ലേലൂയ കമ്പയർ ചെയ്യരുത്. സ്തോത്രം. നമ്മുടെ അടുത്തുള്ളവൻ ഹല്ലേലൂയ സ്തോത്രം എന്നെ ഹല്ലേലൂയ. പിന്നെ ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സ്തോത്രം ആസാഫ് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 23, 24 വാക്യം. എന്നിട്ട് ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കും, നീ എന്നെ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുകയും ദൈവം നിന്റെ വലം കൈക്ക് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും നിങ്ങൾ ഭാരപ്പെടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തന്റെ നീതിയുള്ള വലം കൈയാൽ നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. നീ ദൈവത്തിന്റെ അടുക്കൽ ഇരുന്നാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ആസാഫേ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദുഷ്ടനുമായിട്ട് നീ നിന്നെ താരതമ്യപ്പെടുത്തിയപ്പോൾ അവന്റെ ഹല്ലേലൂയ സൗഖ്യമൊക്കെ കണ്ട്, അവന്റെ ഭൗതികമായ നന്മയൊക്കെ കണ്ട് ഹല്ലേലൂയ നിനക്ക് കുഴിച്ചിൽ വന്നെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി ആസാഫ് എന്നപ്പോൾ ആസാഫിന് മനസ്സിലായി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് നല്ലതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒടുവിലത്തെ വാക്യത്തിൽ അതാണ് ആസാഫ് പറയുന്നത്. 28-ാം വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പ്രവൃത്തി സ്തോത്രം. അവരുടെ കണ്ണ് ഉറ്റുകൊണ്ട് ഊന്നി നിൽക്കട്ടെ. അവർക്ക് ഒരുപാട് നന്മകളുണ്ട്, ഉയർച്ചകൾ, അടിക്കടി ഉയർച്ചയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എന്നും ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആസാഫ് പറയുന്നത് നമുക്ക് അറിയാം. ഹല്ലേലൂയ. ഞാൻ രാവിലെ തോറും ഉഷസ്സോറും ദണ്ഡിക്കപ്പെടുകയാണ്, ഒരു സുഖവും. സ്തോത്രം. എന്നാൽ ആസാഫേ, നീ ദൈവത്തിന്റെ അടുക്കൽ ദൈവം നിന്നെ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തോട് അടുത്ത് ജീവിക്കേ. ഹല്ലേലൂയ സ്തോത്രം. ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം നിന്നെ നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ 25-ാം വാക്യത്തിൽ നാല് പ്രകാരമായിരുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും. സ്തോത്രം. ഈ വാക്യം പലരും പറയുന്നത് ഹല്ലേലൂയ ഭൂമിയിൽ നിന്നെ അല്ലാതെ ഞാൻ ഹല്ലേലൂയ എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലും നിന്നെ അല്ലാതെ എനിക്ക് ആഗ്രഹിക്കാൻ ഒന്നുമില്ല. സ്തോത്രം. നമ്മുടെ ആഗ്രഹമാണ്. സ്തോത്രം. നമുക്കെല്ലാവർക്കും മാനുഷികമായ നിലയിൽ ഹല്ലേലൂയ നന്മ പ്രാപിക്കണമെന്നും ഉയർച്ച പ്രാപിക്കണമെന്നും അത് തെറ്റല്ല. സ്തോത്രം. തീർച്ചയായിട്ടും ഹല്ലേലൂയ ഞാൻ നിങ്ങൾ ദൈവത്തെ സേവിച്ചാൽ നമ്മൾ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കും. സ്തോത്രം. ആസാഫ് ഹല്ലേലൂയ പറയുകയാണ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അത് ആസാഫ് പറഞ്ഞത് സ്വർഗത്തിൽ ഉള്ള ആളിനെ ആസാഫിന് അറിയാൻ വയ്യാൻ. അതുകൊണ്ടാണ് അടുത്ത വാചകത്തിൽ ആസാഫ് പറഞ്ഞത്, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം എന്ത് പകരക്കാലം ഹല്ലേലൂയ ദൈവത്തോട് നമുക്ക് അങ്ങനെ പറയുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. സംഗീതം നമ്മുടെ പ്രകാരം വായിക്കുന്നില്ല. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. സ്തോത്രം. ആസാഫേ ഹല്ലേലൂയ സ്വർഗത്തിൽ നിനക്ക് ആരുണ്ട്? പ്രിയ സഹോദര സഹോദരി, സ്വർഗത്തിൽ നിനക്ക് ആരുണ്ട്? യോബ് പറഞ്ഞ് നമുക്കറിയാം, എന്റെ ജാമ്യക്കാരൻ ഉയർത്തിട്ടുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ തിരിച്ചിരിക്കുന്ന ഞാൻ അറിയില്ല. പ്രിയ സഹോദരി സഹോദരന്മാർ, ആരെങ്കിലും പ്രയാസത്തോടെ ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ നിന്നോട് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഹല്ലേലൂയ നിന്റെ വീണ്ടെടുപ്പുകാരൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ പറയുകയാണ്, സ്വർഗത്തിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ എനിക്ക് നീയുണ്ട്, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹമില്ല, നമ്മുടെ വാഞ്ചയിലാണ്, നമ്മുടെ നോട്ടം എവിടെയാണ്? ദൈവത്തിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തോട് അടുത്തിരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് എഴുതി നമുക്കറിയാം, ദൈവത്തോട് അടുത്തേൽക്കുകയും അവൻ നിങ്ങളോട് അടുത്ത്. ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് ഹല്ലേലൂയ വലിയ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ദൈവം നമ്മളെ കരം പിടിച്ച് നമ്മോടടുത്ത് വന്ന് നമ്മളെ അങ്ങ് സഹായിക്കണമെന്നാണ് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ദൈവത്തില്ല. ദൈവത്തോട് നീ അടുത്തിയെന്നാൽ ദൈവം നിന്നെ കരം പിടിക്കും, ദൈവം നിന്നെ നടത്തും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ഇന്ന് പകൽക്കാലം നമുക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. ആസാഫ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വല്ല വിധേയയും അല്ലെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിച്ച് നമ്മുടെ ജീവിതകാലം കഴിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. സ്തോത്രം. അല്ലെങ്കിൽ ആരും കുഴഞ്ഞു പോകരുത്, ആരും പതറിപ്പോകരുത്, അല്ലെങ്കിൽ വഴിവഴിപ്പിലായി പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അല്ലെങ്കിൽ അഹങ്കാരികളോട് അസൂയപ്പെടാൻ പോകരുത്. സ്തോത്രം. എന്റെയും നിന്റെയും കണ്ണ് സ്തോത്രം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കണമെങ്കിൽ സ്തോത്രം, അത് മാത്രമേ ഉള്ളൂ മാർഗം. ഇല്ലെങ്കിൽ നീ മടുക്കും, നീ പതറും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നീ കർത്താവിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ സാമീപ്യം നിനക്ക് അറിയുവാൻ കഴിയും. അവൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. സഹോദരന്മാരെ സ്തോത്രം, എന്റെയും നിന്റെയും കൈ ദൈവം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, യഹോവയുടെ വലങ്കൈ ഉയർന്നില്ലേ, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ താങ്ങും. നമുക്ക് ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിലേക്ക് മാത്രം നോക്കി ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ മാത്രം നോക്കി നമ്മുടെ ജീവിതകാലം കഴിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആസാഫിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. മറ്റുള്ളവരുമായിട്ട് ഹല്ലേലൂയ അല്ലെങ്കിൽ ഇന്നാരുമായിട്ടൊന്നും എന്നെയും നിന്നെയും കമ്പയർ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. ഞാനും നീയും ദൈവത്തിന് ഹല്ലേലൂയ വിലയേറിയവനാണ്. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്. അല്ലെങ്കിൽ അതല്ലേ നമ്മുടെ ശിയാപ്രവർത്തനം വായിക്കുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ തന്നെ സ്നേഹിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതെ, ഇതറിയാതെയാണ് നമ്മൾ ഹല്ലേലൂയ ഈ ചുറ്റുപാട് കണ്ട ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പകർന്നത്. ഒരിക്കലും അങ്ങനെ വരരുത്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ഹല്ലേലൂയ ആ സമയം പോലെ പറയാം, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.